നമ്മുടെ തല പോയാലും ശരി, ചീത്ത പറഞ്ഞാലും ശരി, പറയുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നാലും ശരി, 10 രൂപ നമ്മൾ ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അയാൾ ഫോൺ വിളിക്കുമ്പോൾ എടുത്തിട്ട് മാന്യമായിട്ട് പറയുക, എൻ്റെ തലാനൊരു നിവൃത്തിയില്ല എന്ന് പറയുക. ഇല്ലാത്ത പൈസ ഒരിക്കലും ഉണ്ടാക്കി കൊടുക്കാനൊന്നും കഴിയത്തില്ല. നമ്മളെ കൊന്നാലും പൈസ ഒന്നും കിട്ടൂല. വിളിക്കുന്ന ആള് ഒരു ഘട്ടത്തിൽ നമുക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ ഉണ്ടാകാം. ഒരു ഘട്ടത്തിലും നമ്മൾ വലിയ പ്രതിസന്ധി ഇരിക്കുന്ന സമയത്ത് അയാൾ അധ്വാനിച്ച പൈസ നമുക്ക് തന്നതാണ്. അപ്പൊ അദ്ദേഹത്തോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ എന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. വേണമെങ്കിൽ പറയാം, അങ്ങനൊന്നും പറയരുത്, ഇനി പൈസ തന്നു കഴിഞ്ഞാലും പറഞ്ഞൊന്നും തിരിച്ചെടുക്കാൻ പറ്റൂല. എന്തൊക്കെയായിരുന്നു പറഞ്ഞാലും ഫോൺ എടുക്കുക. ഏറ്റവും മോശപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ, നമുക്കൊരു ഘട്ടത്തിൽ, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ചവൻ അവൻ പിന്നീട് പൈസയുടെ ആവശ്യം വരുമ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ അവൻ ഫോൺ എടുക്കാതിരിക്കുക എന്ന് പറഞ്ഞ പോലത്തെ മോശപ്പെട്ട പണി ഈ ഭൂമിയിൽ വേറെയില്ല. അങ്ങനെ ചെയ്ത് 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 നമ്മളൊരു വൃത്തികെട്ട മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരാളോടായിരിക്കും അത് ചെയ്യുന്നത്. പിന്നീട് ആ ഒരു വഞ്ചന നമുക്ക് ദായകമായി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. അങ്ങനെ സമൂഹത്തിൽ ഒന്നും കൊള്ളാത്തൊരു മനുഷ്യനായിട്ട് നമ്മൾ മാറും. ഞാൻ ഇന്ന് ഒരാളുടെ ദുഃഖം ഇങ്ങനെ കേട്ടിട്ടാണ് ഞാൻ ഈ വോയിസ് വിടുന്നത്. ഒരു 10-20 മിനിറ്റ് ഒരാളുടെ സങ്കടകഥ ഇങ്ങനെ സാഗൂതം കേൾക്കുകയായിരുന്നു. അയാൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട പൈസ കൊണ്ട് കൊടുത്ത് ഒരു ഘട്ടത്തിൽ, എന്നാൽ മറ്റവൻ രക്ഷപ്പെടുകയും ചെയ്തു കേട്ടോ. ആ പൈസ തിരിച്ചു ചോദിച്ചിട്ട് അവനിക്ക് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ല. എന്ത് മോശപ്പെട്ട സ്വഭാവമാണെന്നറിയാം. ഇതുകൊണ്ട് നമ്മളൊന്നും നേടത്തില്ല. നമ്മൾ ഉണ്ടാക്കിയ ഈ പൈസ കൊണ്ട് നമുക്കുണ്ടാക്കിയ ലാഭം മാത്രമല്ല, നമുക്ക് അടിസ്ഥാനപരമുണ്ടായിരുന്ന ക്യാപിറ്റലുണ്ടല്ലോ, നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, അതിന് അടിത്തറ വരെ മാന്തിപ്പോവും. അതുകൊണ്ട് മറ്റുള്ളവരെ പറ്റിച്ചും വഞ്ചിച്ചും